ഇന്നലെ ഞാനും അച്ഛച്ചനും കൂടി തൊടുപുഴയിൽ നടക്കുന്ന സമ്മർ ഫെസ്റ്റിന് പോയിരുന്നു. ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഞങ്ങൾക്ക് ഇന്നലെയായിരുന്നു പോകാൻ തോന്നിയത്. അവിടെ കയറിയ ഉടനെ ഞാനെൻ്റെ ഫോണിനെടുത്ത് വീഡിയോ പിടുത്തം തുടങ്ങി. എവിടെ ചെന്നാലും എനിക്കിത് തന്നെയാണ് മെയിനായിട്ടുള്ള ഹോബി. ഞങ്ങളവിടെ എത്തിയപ്പോൾ 7 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റും സെറ്റപ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫെസ്റ്റ് അവസാനിക്കാറായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെയും ഇവിടെയും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് നോക്കി നടന്ന് കാണാൻ പറ്റിയെല്ലാം. മനുഷ്യനിർമ്മിതമായ പൂക്കളും മരങ്ങളും മൃഗങ്ങളും നീരൊഴുക്കുകളും അതൊക്കെ ഞങ്ങൾക്കവിടെ കാണാൻ പറ്റി. പിന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. 100 രൂപയാണ് അവർ ടിക്കറ്റ് ചാർജായിട്ട് വാങ്ങിയിരുന്നത്. ഈ അവധിക്കാലം വളരെ രസകരമാക്കാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ കണ്ട കാഴ്ചകളെല്ലാം തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇതിനേക്കാളെല്ലാം ഉപരി എനിക്കവിടെ ഒത്തിരി ഇഷ്ടമായിട്ട് തോന്നിയത് മത്സ്യകന്യകയും പിന്നെ വാട്ടർഫോൾസുമായിരുന്നു. അത് ഒത്തിരി ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ അതുതന്നെയായിരുന്നു. 2 മത്സ്യകന്യകകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടും തന്നെ കാണാൻ നല്ല രസമായിരുന്നു. കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. ഫോണിൽ നല്ല വീഡിയോസ് കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മത്സ്യകന്യകളുടെ അടുത്ത് നിന്നും മാറിയത്. ശരിക്കും മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ഈ മത്സ്യകന്യകകളും പിന്നെയുള്ളത് വാട്ടർഫോൾസുമായിരുന്നു. മനുഷ്യർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എത്രത്തോളം സന്തോഷം തരുന്നുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ കാഴ്ചകളൊക്കെ ഈ ദിനങ്ങളിൽ ആസ്വദിച്ച് കടന്നു പോയിട്ടുണ്ടാവും. ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അതിനുള്ളിലും കുറച്ചെങ്കിലും ആൾക്കാർക്ക് കൂടി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കടക്കാൻ സാധിക്കും. ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ തന്നെ അവിടെ വിനോദത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആകാശ ഊഞ്ഞാൽ പോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിലൊന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ സമ്മർ ഫെസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരികെ പോന്നു.